സിനിമ സീരിയൽ താരമായിരുന്ന കനകലത അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഇന്നലെയാണ് വീട്ടിൽ വസതിയിലാണ് അന്തരിച്ചു കഴിഞ്ഞതെന്ന് പറയാം. 350-ലേറെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കനകലത. നമുക്ക് പറയാം ചെറുതും വലുതുമായ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കനകലത അസുഖം ബാധിച്ച് വീട്ടിൽ 2021 മുതൽ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. കോവിഡ് സമയത്താണ് അസുഖം ഉണ്ടായിരുന്നത്. ആ മറവി രോഗമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കനകലത അന്തരിച്ചത്. 63 വയസ്സായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കനകലത 150-ലേറെ പടങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കനകലത നമ്മളെ വിട്ടെന്ന് പിരിഞ്ഞു കഴിഞ്ഞിരിക്കും. കാസ്യം പറയുന്ന കനകലതയാണ്. നിരവധി അനിയത്തിപ്രാവ് അതുപോലെ നിരവധി പടങ്ങളിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ചെറിയ വേഷവും വലിയ വേഷവും ഇട്ടാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ പടത്തിലെ അഭിനയത്തിലേക്ക് വരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്കിന്ന് രാത്രിയോടെ അറിയപ്പെട്ടത്. തിരുവനന്തപുരം വസതിയിലാണ് കനകലത വീട്ടിലാണ് അന്തരിച്ചു കഴിഞ്ഞെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല കനകലതയുടെ കാലത്ത് തന്നെ കാസ്യം പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു കനകലതയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാലഘട്ടത്തിൽ ഒരു ആരെയും കോരിത്തെരിച്ചു പോകുന്ന കാസ്യം പറയുന്ന കനകലതയാണ് നമ്മളെ വിട്ടിന്ന് പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പറയാം. ദുഃഖമായ ഒരു വാർത്ത തന്നെ പറയുന്നുണ്ടെന്ന് പറയാം. സിനിമകളിൽ അഭിനയിക്കുമ്പോൾ തന്നെ ആ കാസ്യം കേൾക്കുമ്പോൾ തന്നെ ആരും ഇരുന്നു പോകുന്ന ഒരു സമൂഹം. നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് കനകലത വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത്തരം ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് കാസ്യം പറയുന്ന സ്ത്രീ ആയിരുന്നു കനകലതയെന്ന് നമുക്ക് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹ്ലേയൻ.